ബാംഗ്ലൂർ ചിക്പേട്ടിലൊരു ഷോപ്പിങ്ങിന് പോയാലോ? നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് സ്റ്റാജ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ചിക്പേട്ടിൽ കുറച്ച് ഹോൾസെയിൽ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് നേരെ ചിക്പേട്ടിലേക്ക് വിട്ടു ഓട്ടോയിൽ. മെട്രോ സ്റ്റോപ്പ്. പക്ഷേ ഞങ്ങൾക്ക് മടി കാരണം ഞങ്ങൾ നേരെ നമ്മുടെ പ്രിയപ്പെട്ട വാഹനം നമ്മ യാത്രയിൽ ഓട്ടോ ബുക്ക് ചെയ്തിട്ടാട്ടോ പോയേ. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു, ട്രാഫിക്കിനൊക്കെ എന്നാലും ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത HSR ലേഔട്ടാണ്. അങ്ങനെ ഓൾമോസ്റ്റ് 1 hour എടുത്തിട്ട് നമ്മൾ എത്തി ചിക്പേട്ടിൽ. അവിടെ എത്തിയാൽ പിന്നെ തിരക്ക് കണ്ടുമല്ലോ. ആ തിരക്ക് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇറങ്ങി നടന്നോളാൻ പറഞ്ഞു വിട്ടാ ഡ്രൈവർ. അപ്പോൾ നമ്മളൊരു ഷോപ്പിൻ്റെ ഹോൾസെയിൽ ഷോപ്പൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു റീൽ വഴി. അതിൻ്റെ ലൊക്കേഷൻ നേരെ നടക്കാൻ തുടങ്ങി. പോണ വഴി ഒരുപാട് വഴിയോര കാഴ്ചകളൊക്കെ കാണാൻ. ഷോപ്പിങ്ങിനാണ് മെയിൻ. പിന്നെ ഇതുപോലെ പല ടൈപ്പ് ഫുഡ്, ഇളനീര്, ഫ്രൂട്ട്സ് അങ്ങനെയായിട്ട് ഒരുപാട് ഐറ്റംസ് കാണാൻ തോന്നും. ബാംഗ്ലൂർ 10-20 കൊല്ലം ജീവിച്ചിട്ട് എനിക്ക് ചിക്പേട്ട് മര്യാദയ്ക്ക് അറിയില്ല കേട്ടോ. ഇതിന് മുന്നേ 2 വട്ടം പോയിട്ടില്ല. എപ്പോൾ പോയാലും വഴി തെറ്റിയിട്ട് എത്താണ്ടോടത്തൊന്നും എത്താറില്ല. ഈ വട്ടം ഞങ്ങൾ റീലൊക്കെ കണ്ട് ഷോപ്പൊക്കെ സേവ് ചെയ്ത് ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും എത്താൻ പറ്റിയില്ല. പിന്നെ ഭാഗ്യത്തിന് ഒരാൾ വന്നിട്ട്, നമ്മൾ അവിടെ ഇങ്ങനെ കുറേ ഏജൻസൊക്കെ ഉണ്ട്, അവർ നമ്മളെ സ്പോട്ട് ചെയ്തിട്ട് ചോദിക്കും നമുക്ക് എന്താ പർച്ചേസിങ് ആണോ ഹോൾസെയിലാണോ എന്നൊക്കെ പറഞ്ഞ് അവരോരോ ഷോപ്പിൽ കൊണ്ടുപോകും. ചിലപ്പോൾ പിറ്റിക്കപ്പെടാം, ചിലപ്പോൾ നല്ലതാവും. ഇപ്പം ഞങ്ങളൊരു ഫസ്റ്റ് ഷോപ്പിൽ പോയതാണ്. ഹായ്, ഞങ്ങളുള്ളത് ചിക്പേട്ടിലാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബൊട്ടീക്കിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ്, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വേറെ ഒരാൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്നതാണ്. ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് കുറേ സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അവസ്ഥ ഇപ്പോൾ മറ്റേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയ നാഗവല്ലിയുടെ അവസ്ഥയാണ്. എല്ലാം വേണമെന്ന്. ഓക്കെ, കാണാം. ഇവിടെ ഇങ്ങനെ ഇരിക്കണ ഒരു സെറ്റപ്പാണ്. നമ്മൾ ആദ്യം ഒരു കടയിൽ ഒരാൾ വിളിച്ചു വരുത്തി കൊണ്ടുപോയതാണ്. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് ഈ ഷോപ്പ് അത്യാവശ്യം നന്നായിരുന്നു കേട്ടോ. ഹോൾസെയിലേഴ്സിനുള്ള ഷോപ്പാണ്. പിന്നെ അവർക്ക് താഴെ റീറ്റെയിലും ഉണ്ട്. രണ്ടിൻ്റെ 2 പ്രൈസാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സൽവാർ മെറ്റീരിയൽസാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ ബൊട്ടീക്കിൽ സ്റ്റിച്ചിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ല മെറ്റീരിയൽസ് നോക്കി എടുക്കലായിരുന്നു നമ്മുടെ ആദ്യത്തെ കലാപരിപാടി. പേഴ്സണലി ഹാൻഡ് പിക്ക് കൊള്ളാം. സ്റ്റാജിയും ഒരു കൂമ്പാരം ഡ്രസ്സുകളായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡ്രസ്സസ് ഹാൻഡ് പിക്ക് ചെയ്യുക. ബൊട്ടീക്കിൻ്റെ പേര് പറയൂ. ഞായറ ബൊട്ടീക്ക്. എല്ലാവരും പോണേ. പത്തനംതിട്ടയാണ് സ്ഥലം. ഇപ്പോൾ ഇവിടെ തിരക്കാണ്. പിന്നെ പറഞ്ഞുതരാം ബാക്കി ഡീറ്റെയിൽസ്. നടക്കുമ്പോഴേ ഓരോരുത്തരൊക്കെ വിളിച്ചോണ്ട് കൂട്ടുക. എന്താ വേണ്ടേ, നാട്ടിൽ നിന്നാണോ, എവിടെയാണ്, ഹോൾസെയിലാണോ, ഷെല്ലിയാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷം. വിളിച്ചുകൊണ്ട് പോകും. ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചൊക്കെ അവിടെ കൊറിയർ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ പേഴ്സണൽ കളക്ഷൻ മാത്രമേ കയ്യിലുള്ളൂ. ഇങ്ങനെ ഓരോ ലൈനിൽ കൂടിയൊക്കെ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഏതൊക്കെയോ ലോകത്ത് കൊണ്ട് തട്ടിക്കൊണ്ടുപോയില്ലായിരിക്കും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഡീസൻ്റാണ് ആൾക്കാർ. സോ ഫാർ സോ ഗുഡ്. അപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയ ഞങ്ങൾ ചിക്പേട്ടിൻ്റെ ഏതോ ഉള്ളിലുള്ള വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരാൾ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. നല്ല ഹോൾസെയിൽ പ്രൈസ് കിട്ടുന്ന സാധനം കാണിച്ചതാണ്. എന്തോ ദൈവത്തിനറിയാം. അവർ വന്ന് കൊണ്ടോളും, നമ്മൾ കഷ്ടപ്പെടണ്ട. ആ ഏജൻറ്റ് ഒരു സാരി ഷോപ്പിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ നമുക്ക് വേണ്ട ടൈപ്പ് അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ വേറെ ഷോപ്പിൽ കൊണ്ടുപോയി കേട്ടോ. ഞങ്ങൾ അടുത്ത സാരി ഷോപ്പിങ്ങിലേക്ക് കടന്നു കേട്ടോ. സൽവാർ കഴിഞ്ഞ് വേറെ കടയിൽ ഇത് സാരി. ചുരിദാർ ഷോപ്പിംഗ് കഴിഞ്ഞ് അടുത്തത് സാരി ഷോപ്പിംഗ് ആണ്. മുന്നത്തെ കടയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 15,000-16,000 പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് അവർ കൊടുത്തപ്പോൾ അവർ നാട്ടിലേക്ക് ഡയറക്റ്റ് കൊറിയർ ചെയ്യും. കൊറിയർ ചാർജ് ഒരു 400 or 500 അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ തലവേന ഒഴിവാക്കി അങ്ങോട്ട് കൊടുത്തു. അടുത്തൊരു വലിയ സാരിക്കടയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ആകുമ്പോൾ അത്ര ബൾക്ക് വേണ്ട, 4-5 പീസായാലും എടുത്താൽ. പർച്ചേസിങ് കാര്യം ഇവർ നമുക്ക് നല്ല അതിരട്ടിയൊക്കെ തന്നേ. വേറെ സ്ഥലത്ത് പോയപ്പോൾ ഫലൂഡ തന്നു. ഫുഡൊന്നും കഴിക്കാൻ വേറെ സമയം കിട്ടിയില്ല. ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വെയിലൊക്കെ കൂടിയിട്ടു. അതേ ബ്ലൗസ്, അതെ അത് കണ്ടിട്ടാണ് ഞാൻ ബ്ലൗസ് എന്ന് പറഞ്ഞു. സ്ലീവ്ലെസ്
അങ്ങനെ ഞങ്ങൾ സാരി ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് അവിടെ 4-5 പീസ് എടുത്തുള്ളൂ. നേരെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കുറേ കമ്മൽ മാലയൊക്കെ പല പല റേറ്റിലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് പല ഇതിലുണ്ട്. നല്ല ക്ഷമയും ആരോഗ്യവും വേണം. പിന്നെ ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടുണ്ട്. മെയിൻ റോഡ് കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സമ്മറായി അവിടെ ബാംഗ്ലൂർ നിറച്ച് ഞാവൽപ്പഴം കിട്ടും കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ചു. പക്ഷെ കഴുകാൻ പറ്റാത്തതുകൊണ്ട് കഴിച്ചില്ല. ഒരു 5 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നേരെ അടുത്ത അമ്മയാസ് കിച്ചന് നേരെ എത്തിച്ചാറ് വരണം. അപ്പോഴേക്കും മഴയായി. ഒരു മാംഗോ ഷേക്കാണ്. 1 2 3 കൂടെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയും നല്ലോണം ഐറ്റംസ് വേണമെങ്കിൽ ചിക്കപ്പേട്ടിൽ തീർച്ചയായും ഡീറ്റെയിൽസ് താഴെ കേട്ടോ.